ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും നിധിന് ഗൗതമിൻ്റെയും ബാക്കി കഥ നോക്കാം. അപ്പോൾ പാറു അങ്ങനെ നിധിയോട് വാശി പിടിച്ച് നിധി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ചോദിക്കണ നിധി പറയുന്നത് ഇതാണ് അമ്മയെ വീടെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ഓ ഇത് വളരെ ചെറുതാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വരുമാനമില്ലല്ലോ, അപ്പോൾ ഇത് തന്നെ വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗതമാണെങ്കിൽ അവിടെ എന്തോ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈലിലൊക്കെ നോക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ പാറു ഗൗതം എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. പാറുവിനപ്പോൾ ഗൗതമിൻ്റെ ഇരിപ്പും ഭാവം കണ്ട് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുക എന്തൊരു അവസ്ഥയാണ് അത്. എന്നിട്ട് വീട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു റൂമിൽ AC പോലും ഉണ്ട്, ഇവിടെ ഒരു കാറ്റ് പോലും ഒരു സ്ഥലത്താണോ എൻ്റെ മോനെ നീ ജീവിക്കുന്നത്, ഇതൊക്കെ അനുഭവിക്കേണ്ടത് നിനക്ക് എന്താണ് വല്ല തലയിലെഴുത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാറു. അപ്പോൾ ഗൗതം നിധിയെ ചീത്ത പറയുന്നുണ്ട്, നീ എന്തിനാ വേണ്ടാത്ത പണി കാണിച്ചേ, എന്തിനാ പാറുവിനെ കൂട്ടിക്കൊണ്ടുവന്നേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി കിടന്ന് പെരുങ്ങണം അത് പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു നീ മിണ്ടാതിരുന്നേ. ഗൗതം ഞാൻ ആദ്യമായിട്ട് നിന്റെ വീട്ടിലേക്ക് വന്നതാണ്, എന്നിട്ട് എന്നെ സ്വീകരിക്കാതെ കൂട്ടിക്കൊണ്ടുവന്ന് അവളെ ചീത്ത പറയാൻ നിൽക്കുന്നു. അപ്പം നിധി പറയുന്നത്, ഗൗതം ഞാനല്ല അമ്മേനെ കൂട്ടി കൊടുന്നത്, അമ്മ നമ്മളെ തേടി വന്നതാ. അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത് എങ്ങനെ പാറുവിനെ എങ്ങനെ ഈ വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയത്? ആഹാ, എങ്ങനെ കിട്ടിയെന്നോ, നീ അയച്ചില്ലേ കൊറിയർ, അതിൻ്റെ ബാക്കിലത്തെ അഡ്രസ്സ് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വന്നേ. അപ്പോൾ ഗൗതമിനും ഒന്നും മനസ്സിലാവില്ല, കാരണം ഗൗതം കൊറിയർ അയച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത് കൊറിയറോ എന്ന് ചോദിക്കേണ്ടിട്ട്. അപ്പോൾ നിധിയും നിന്ന് ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം ഇങ്ങനെ പറഞ്ഞപ്പോൾ നിധി പറയുന്നത്, കണ്ടില്ലേ അമ്മ, ഞാൻ പറഞ്ഞില്ലേ ഗൗതമിന് അതൊന്നും അറിയില്ലാന്ന്. അപ്പോൾ പാറു ദേഷ്യം വന്നിട്ട് പറഞ്ഞു, അവനെ അറിയാതെ ഒന്നല്ല, അവൻ അറിയാത്ത മാതിരി നടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അയക്കാണ്ട് എങ്ങനെയാടാ കൊറിയർ നമ്മുടെ വീട്ടിലേക്ക് വന്നത്? അപ്പോൾ ഗൗതം പറഞ്ഞു, ഇല്ല പാറു, ഞാൻ ഒരു കൊറിയർ അയച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഗൗതം ചോദിക്കേണ്ട കേട്ടോ നിധി. അപ്പോൾ പാറു പറയേണ്ട, രണ്ടുപേരും ചേർന്ന് നാടൻ കളിക്കുക, എന്നെന്താ രണ്ടും കൂടി പൊട്ടിയേക്കുക എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ പറയണ്ട, അയ്യോ എനിക്ക് ഒന്നും അറിയില്ല പാറു, എന്ത് കൊരിയറിൻ്റെ കാര്യം പാറു പറയണേന്ന് ചോദിക്കേണ്ട ഗൗതം. നിനക്ക് സ്വത്തും പണമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ ഒപ്പിട്ട് അയച്ചില്ലേ, ആ കൊരിയറിൻ്റെ കാര്യം ഞാൻ പറയണേ. അപ്പോൾ പെട്ടെന്ന് ഗൗതം പറയുന്നുണ്ട്, ഇതിൻ്റെ കാര്യം പറയും, ഞാനൊരു പേപ്പറിൽ ഒപ്പ് വെച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോഴാണ് ശിവാനി ഒപ്പിച്ച പണി ഗൗതമിന് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും ഒപ്പിട്ടെന്ന് അപ്പോഴാണ് കേട്ടോ ഗൗതം ആലോചിക്കണത്. അപ്പോൾ ഗൗതം ഇങ്ങനെ മനസ്സിലായത്, ശരി ശിവാനിയുടെ പണിയാണല്ലേ, ഭയങ്കര പ്ലാനിങ്ങിലാണ് അവളെല്ലാം ചെയ്തിരിക്കണേ, ഭയങ്കര മാസ്റ്റർ പ്ലാൻ തന്നെ. അപ്പോൾ ഗൗതം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പാറു ചീത്ത പറയണ്ടേ, എന്താ നീ ഒന്നും മിണ്ടാതെ, നീ തന്നെയല്ലേ അത് അയച്ചത് ചോദിക്കണേട്ടോ. പെട്ടെന്ന് ഗൗതം പറയണ, ഞാൻ തന്നെ അതിൽ സൈൻ ചെയ്തത്, അതിനിപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ നിധി ഞെട്ടിയിട്ടോ. അപ്പോൾ പാറു നിധിയോട് ചോദിക്കേണ്ടത്, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണ്ടേട്ടാ. അപ്പോൾ നിധി ഞെട്ടിയിട്ട് ചോദിക്കേണ്ടത്, ഇത് സത്യമാണോ ഗൗതം? അതെ, നിനക്ക് എന്താ കുഴപ്പം? അപ്പോൾ പാറു ചോദിക്കുന്നത്, എന്താടാ നീ എന്താ സ്വത്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞേന്ന് ചോദിക്കണ്ടേട്ടാ. അപ്പം ഞാനേ വേണ്ടാന്നാണ് ആ വീടിൻ്റെ തീരുമാനം. വീട് വേണ്ടാന്ന് ഞാനും തീരുമാനിച്ചു, അതിലിപ്പോൾ എന്താ കുഴപ്പം? ഓ നീ അത്ര വലിയവനായോ ചോദിക്കണ്ടേട്ടാ അപ്പോൾ പാറു. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, സ്വത്ത് വേണ്ടാന്ന് പറയുന്നത് അത്ര വലിയ മനുഷ്യൻ ആവണമെന്നൊന്നുമില്ല, അതിന് വലിയ മനസ്സുണ്ടായാൽ മതി, നീ വലിയ തത്വമൊന്നും പറയണ്ട എന്നോട് എന്ന് പറയണ്ടേട്ടോ പാറു ദേഷ്യത്തിൽ ചോദിക്കുന്നത്, സ്വത്ത് വേണ്ടാന്നാണോ നീ തീരുമാനിച്ചത്, അത് നിനക്ക് അച്ഛനും അമ്മയും വേണ്ടാന്നൊന്നും തീരുമാനിച്ചോ? അപ്പോൾ പെട്ടെന്ന് ഗൗതം പാറു എന്ന് വിളിക്കണം, മിണ്ടരുത് നീ ആ വീട് വിട്ട് പോകുന്നതന്നെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയിട്ടില്ല, അപ്പോഴാണ് നിൻ്റെ അടുത്തൊരു ഇങ്ങനത്തെ പണി ഒപ്പിക്കില്ലേ, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണത്, നിനക്കൊരു മനസ്സൊന്നുമില്ലേ എന്ന് ചോദിക്കണ്ടേട്ടാ. അപ്പോൾ നിധി അത് അമ്മ അവരെ എന്ന് പറയുമ്പോഴേക്കും പറഞ്ഞു, നീ മിണ്ടരുത്, എടാ മോനെ, നീ സ്വത്തൊക്കെ തിരിച്ചു കൊടുത്തു, അപ്പോൾ നിനക്ക് സമാധാനം കിട്ടിയോ, ആ വീടായിട്ട് ബന്ധപ്പെട്ട എല്ലാം നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ടേട്ടാ. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, അതെന്താ പറ്റാത്തേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാറു ഞെട്ടി, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ രക്തബന്ധമില്ലാത്തതെന്നുള്ള വർത്തമാനം അവിടെ വന്നില്ലേ, അതിനുശേഷം ഞാൻ വീട് വിട്ട് പോകുന്നില്ലേ, എന്തായാലും അത് ഞാൻ കൊടുക്കേണ്ടത് തന്നെ, അത് കൊടുത്തു. ഓ അങ്ങനെയാണോ, അപ്പം ഞാനും നിൻ്റെ അച്ഛനും നിന്നെ സ്നേഹിച്ചതൊക്കെ ഇവിടെ അത് തിരിച്ചു തരാൻ പറ്റുമോ, ഇനി അതിന് നീ വിലയിടുമോ? അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഞാൻ ആ വീടുമായിട്ടൊരു ബന്ധമില്ല, പിന്നെ ആ സ്വത്ത് എന്തിന് ഞാൻ എടുക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തത്, അത് ന്യായത്തിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത് പ്രണവിനും യാമിനിക്കും തന്നെയുള്ളതാണ്. നീ നിൻ്റെ ഇഷ്ടത്തിന് പറയല്ലേ ഗൗതം, നീ ആ സ്വത്ത് മാത്രമല്ല വേണ്ടാന്ന് പറഞ്ഞത്, പാറുവിനും വേണ്ടാന്ന് അവൻട്ട് എഴുതി കൊടുത്തത്, നീ നിൻ്റെ അമ്മേനെയും തൂക്കി വെച്ചു അല്ലേ, പക്ഷേ അമ്മയ്ക്ക് മക്കളെ അങ്ങനെ തൂക്കി വെക്കാൻ പറ്റില്ലല്ലോ, ഇത് ഞാൻ മര്യാദയ്ക്ക് പറയാം, ആ സ്വത്ത് മുഴുവൻ നീ തിരിച്ചു മേടിച്ചോ. അപ്പോൾ ഗൗതം പറഞ്ഞു, പാറു എനിക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, വേണ്ട നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ നിനക്ക് പിറക്കാൻ പോണ എൻ്റെ പേരക്കുട്ടികൾ അവരിങ്ങനെ കഷ്ടപ്പെടണോ, അവർ പാർവതിയുടെ പേരക്കുട്ടികളെടാ, അവർ രാജാക്കന്മാരെ പോലെ വരണം അവർ വളരെ, അവർക്ക് വേണ്ടിയിട്ട് നീ സ്വത്ത് മേടിക്കണം. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഞാനും അനാഥൻ എന്നുള്ള പേര് കേട്ടിട്ടാണ് ഇപ്പോൾ വളരുന്നത്, ഇനി ഈ സ്വത്തും മേടിച്ചിട്ട് അവരും ആ പേരെന്നെ ഉണ്ടാക്കണോ? വേണ്ട പാറു, ഇനി ഞാൻ തന്നെ എനിക്കുള്ള സ്വത്തൊക്കെ ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം, അല്ലാണ്ട് വേറെ സ്വത്തൊന്നും എൻ്റെ പേരിൽ എഴുതി വയ്ക്കരുത് ദയവായിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ നിൽക്കണ നിധി ഉണ്ടല്ലോ, ഇത് മാത്രമാണ് എനിക്കുള്ള സ്വത്ത്, വേറൊരു സ്വത്ത് എനിക്ക് വേണ്ട. അപ്പോൾ പാറു വിഷമത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, അപ്പം ഞാൻ ആരാടാ നിനക്ക്? ആരുമല്ലേ, നീ ഇപ്പോൾ ചെടിയുടെ കാര്യം പറഞ്ഞില്ലേ, പൂവ് കായ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിലേത് ഭാഗം എനിക്ക് തരാൻ പോണത്? നീ പാൽമരം പോലെ നിൽക്കണില്ലേ, അതിൻ്റെ വേര് അത് ഞാനാടാ. അപ്പം നീ അങ്ങോട്ട് വളർന്നപ്പോൾ ആ വേര് വേണ്ടാന്ന് നീ തീരുമാനിച്ചു അല്ലേ? അപ്പം നിധി പറയണം, അമ്മ എന്തിനമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംസാരിക്കണേ എന്ന് ചോദിക്കണ്ടേട്ടാ. അപ്പോൾ അവൻ സംസാരിക്കണമെന്ന് കേൾക്കണില്ലേ നീ?
എന്നിട്ട് പാറു പറയുന്നുണ്ട്, എന്താ ഏതാന്ന് അന്വേഷിക്കാൻ വന്ന എന്നോട് നീ പുറത്തു പോവാൻ പറയാതെ പറയാണ്. അപ്പോൾ ഈ പാറുവിനെ നിനക്ക് വേണ്ടാലേടാ മോനെ, വേണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് പാറു കരഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നു കേട്ടോ. അപ്പം നിധി പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് നിധി ഗൗതമിനോട് പറയേണ്ടത്, ഇത് നോക്കുക ഗൗതം, അമ്മ പോവാന്ന് പറഞ്ഞിട്ട് എന്താ മിണ്ടാതെ നിൽക്കണേന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൗതമനെ നോക്കുമ്പോൾ രണ്ടുപേരും ഗൗതമനെ നോക്കുകയാണ്. ഗൗതം ഒന്നും മിണ്ടാതെ കണ്ണീർ അടച്ചു പിടിച്ച് അമർത്തി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും മിണ്ടില്ല എന്നുള്ള ശബ്ദം എടുത്ത പോലെ നിൽക്കണത്. അവനിനി ഒന്നും മിണ്ടില്ല മോളെ. അപ്പം നിധി പിന്നെ വിളിക്കുന്നുണ്ട്, ഗൗതം ഗൗതം എന്താ അത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഗൗതം അക്ഷരം മിണ്ടണില്ല. അപ്പോൾ കരഞ്ഞിട്ട് നമ്മുടെ പാറു പറയുന്നുണ്ട്, അവനെ തേടി വന്നതിനുള്ളതാ ശിക്ഷ, എനിക്ക് മതിയായി, പാറുവിന് മതിയായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാറു പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും നന്നായിരിക്കും, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് പാറു കരഞ്ഞിട്ട് പോകാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ പിന്നാലെ ഓടി ചെന്നിട്ട് നിധി പിടിച്ച് നിർത്തിയിട്ടുണ്ട്. പാറുവിന് കരഞ്ഞിട്ട് പോവാണ്. ഞാൻ പറയണ കേൾക്കമ്മേ, അമ്മ ഉള്ളിലേക്ക് വന്ന് പറയുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് വന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, വിട്, എൻ്റെ മോൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ നിനക്കെന്താ? എൻ്റെ ഗൗതം നിധി ഓടി വന്നിട്ട് ഗൗതമിന് ചീത്ത പറയുന്നത്, നിനക്ക് എന്താ ഒരു മനസ്സൊന്നുമില്ലേ, എന്തിനാ അമ്മേനെ എങ്ങനെ വിഷമിക്കണത്? അപ്പം അമ്മ അങ്ങനെ മനസ്സ് വിഷമിച്ച് പോണത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, പാറു പുറമെ വിഷമിച്ച് പോണു, ഞാൻ അകത്ത് വിഷമിക്കണു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതുവരെയ്ക്ക് പാറുവിൻ്റെ പറഞ്ഞതിന് അതായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇന്ന് ഞാൻ വേണമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തതാ. വേണമെന്ന് വെച്ചിട്ടോ? ഗൗതം എന്തേ പറയണേ? പാറു ഇപ്പം എന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ പാറുവിനും സമാധാനം ഉണ്ടാവില്ല, അത് കാരണം നമുക്കും സമാധാനം ഉണ്ടാവില്ല. പാറു എന്നെ മറക്കണം, എന്നാലേ രണ്ട് വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി തന്നെ ഞാനിങ്ങനെ പറഞ്ഞത്. ഇനിയെങ്കിലും പാറു എന്നെ മറക്കട്ടെ, എന്നിട്ട് പ്രണവിൻ്റെയും അമ്മൻ്റെയും കൂടെ സ്വസ്ഥമായിരിക്കട്ടെ. ഇത് കേട്ട് വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നിധി. ഈ സമയം നമ്മുടെ CKCക്ക് ശിവാനി പേപ്പർ ഒപ്പിട്ടത് കൊണ്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് CKC അങ്ങനെ അഭിനന്ദിക്കുന്നുണ്ട് ശിവാനിനെ, ഗുഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് അങ്കിളെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒപ്പിട്ട് മേടിച്ച് കൊണ്ടുവരുമെന്ന്. എന്നിട്ട് CKC പറയുന്നുണ്ട്, നീ ഡോക്യുമെൻ്റിൻ്റെ കാര്യം ഫോണിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി, ഇപ്പം നേരിലാണ് ഇപ്പോൾ ഒന്നുകൂടി സന്തോഷമായിട്ടുണ്ട്. എന്തോ ഈ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലിരിക്കുമ്പോണ്ടല്ലോ ഈ ഗൗതമിനെ പിടിച്ച് ഞെക്കണ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. എന്നിട്ട് ശിവാനീനെ പിന്നെയും പോക്കുന്നുണ്ട് കേട്ടോ, നീ ചെറിയൊരു പണിയൊന്നുമല്ല ചെയ്തത്, വളരെ ബ്രില്യൻ്റാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്കിളെ ഇനി അടുത്ത രജിസ്ട്രേഷനല്ലേ ചോദിക്കണ്ടേ കേട്ടോ. അപ്പോൾ CKC പറഞ്ഞു, അതന്നെ, അടുത്ത ഈ ഡോക്യുമെൻ്റ് വെച്ചിട്ട് നിൻ്റെയും പ്രണവിൻ്റെയും പേർക്ക് സ്വത്തൊക്കെ മാറ്റണം. അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട്, ഞാനും അന്വേഷിച്ചപ്പോഴേ ഗൗതം രജിസ്ട്രേഷൻ ഓഫീസിൽ വന്നിട്ട് ഒപ്പിടണമെന്നാണ് പറഞ്ഞത്, അതോ ഈ ഇത് മാത്രം മതിയാവോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യോതിർമയി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അതിനെക്കുറിച്ചിട്ടൊക്കെ വിഷമിക്കണേ, ഞങ്ങളുടെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്, ആ സ്വാധീനം വെച്ചിട്ടേ ഞങ്ങൾ ഗൗതം വരാതെ തന്നെ സ്മൂത്തായിട്ട് സ്വത്തൊക്കെ നിങ്ങളുടെ പേരിലേക്ക് ആക്കിത്തരാം. അപ്പോഴേക്ക് ശിവാനി തുള്ളിച്ചാടി, കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. ഇത് വേണ്ടി അപ്പോൾ എത്രയും പെട്ടെന്ന് വീടിൻ്റെ യജമാനത്തിൽ ഞാനാവാൻ പോവാം. എപ്പോഴാണ് രജിസ്ട്രേഷൻ അങ്കിളെ? ചെയ്യാം മോളെ ചെയ്യാം, പക്ഷേ അതിനു മുമ്പ് ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ശിവാനി. ഈ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും ഗ്യാരണ്ടി നിൽക്കണം, പക്ഷേ അതൊക്കെ ചെയ്തു തരണം ഞങ്ങൾക്ക് ചെറിയൊരു ലാഭം വേണ്ടേ? ലാഭമോ ചോദിക്കുന്നുണ്ട് കേട്ടോ ശിവാനി. നിനക്ക് മനസ്സിലായില്ലേ ശിവാനി? അപ്പോൾ ജ്യോതിർമയി പറയുന്നുണ്ട്, ചെയ്ത ജോലിക്കുള്ള ഫീസ് അതാണ് ചോദിച്ചത്. എന്നിട്ട് CKC പറയണം, അതേ ശിവാനി, നിനക്ക് വരാൻ വേണ സ്വത്തിൽ ജസ്റ്റ് ഒരു 20% ഷെയർ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കണ്ണ് തുറന്ന് നിൽക്കണം കേട്ടോ നമ്മുടെ ശിവാനി. അയ്യോ 20%ഓ? എന്താ അങ്കിളേക്ക് പറയണേ? ഞാൻ വിചാരിച്ചത് നിങ്ങളെന്നെ മകളെ പോലെ കരുതിയിട്ടാണ് ഇങ്ങനെ സ്നേഹിക്കണേ ഹെൽപ്പ് ചെയ്യണേ നോക്കിയാണ്. ഇപ്പോൾ സ്വത്തിൽ പങ്കു ചോദിക്കുന്നു, അതും 20%? എന്താ അങ്കിളേത്? ശിവാനി, നിന്നെ സ്വന്തം മോളായിട്ട് ഞങ്ങൾ കരുതിയതുകൊണ്ട് ആണ് 20% ഞങ്ങൾ ചോദിച്ചത്. ഇത് വേറെ വല്ലവരാണെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ 50% മേടിച്ചേനെ. എന്നിട്ട് CKC ചോദിക്കുന്നുണ്ട്, നീ കല്യാണത്തിന് മുന്നേ വളരെ കഷ്ടപ്പെട്ടതല്ലേ, എങ്ങനെയുണ്ടായിരുന്നു നിനക്കറിയാലോ, ഞങ്ങളല്ലേ ഗൗതമിനെ എതിർത്തിട്ട് പ്രണവിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത്. ഇപ്പം ദേ ഇല്ലീഗലായിട്ട് ഗൗതമിൻ്റെ സ്വത്ത് നിൻ്റെ പേർക്ക് വരാനും പോവുക. ഇത്രയും സഹായിച്ചതല്ലേ ശിവാനി, എന്നിട്ട് ഈ അങ്കിളിന് ഒരു 20% തന്നൂടെ? അപ്പോൾ ജ്യോതിർമയി ചോദിക്കുന്നുണ്ട്, ശിവാനി ഇപ്പം ഞങ്ങളില്ലായിരുന്നെങ്കിൽ നിൻ്റെ സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നീ നിൻ്റെ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പം നീ വലിയ പണക്കാരിയായില്ലേ, അപ്പം ഞങ്ങൾ അതിന് കാരണം ഞങ്ങളല്ലേ, എന്നിട്ട് ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഇത്രയും ആലോചിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? അയ്യോ അതല്ല ആൻറ്റി ചോദിച്ചത് ഇപ്പോൾ ഇത്തിരി കൂടിപ്പോയില്ലേ, അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ CKC പറയേണ്ട ശിവാൻ്റെ അടുത്ത്, അതെന്താ നീ കഷ്ടപ്പെട്ട് സ്വത്ത് സമ്പാദിച്ച പോലെയാണല്ലോ നീ പറയണത്, ഇത് വെറുതെ കിട്ടിയ സ്വത്തല്ലേ നിനക്ക്, അതൊന്ന് ഇത്തിരി തരാൻ പോലും നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഗൗതം വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്വത്തിൻ്റെ പകുതിയല്ലേ നിനക്ക് കിട്ടുള്ളൂ, മുഴുവൻ കിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ ഭാഗം മാത്രമല്ലേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ, ഇതല്ലേ ഞങ്ങളുടെ ഡിമാൻഡ്. അപ്പോൾ ജ്യോതിർമയി പറഞ്ഞതേ ഇങ്ങോട്ട് നോക്ക്, ഇപ്പം ഞങ്ങളിന്ന് പിന്മാറിയുണ്ടല്ലോ, നിനക്ക് 10 പൈസ പോലും ഒന്നും കിട്ടില്ല, നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്ര വലിയ റിസ്ക് എടുത്തത്. ഞങ്ങൾ ചോദിച്ചത് നീ തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സപ്പോർട്ട് നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കും, അതിനുള്ള വില നീ തന്നേ പറ്റൂ ശിവാനി, മനസ്സിലായോ നിനക്ക്? ശിവാനി മനസ്സിലാട്ടോ, ഒട്ടും മനസ്സില്ല, മനസ്സോടെ അങ്ങനെ പറയണം. ശരി ആൻറ്റി, ശരി, എനിക്ക് കിട്ടുന്ന സ്വത്തിൽ നിന്ന് 20% നിങ്ങൾ എടുത്തോളൂ.
അപ്പോൾ സി കെ സി പറയുന്നത് ഗുഡ്, ദാറ്റ് ഈസ് എ ഗുഡ് ഡീൽ. ആ ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നന്നായി പോവും. ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനിക്ക് വലിയ മനസ്സൊന്നുമില്ല, എന്നിട്ട് പറയണ്ട ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇനി നീ സന്തോഷമായിട്ടിരുന്നോ, രജിസ്ട്രേഷൻ കഴിഞ്ഞ് സ്വത്ത് നിൻ്റെ പേർക്ക് ആക്കേണ്ടത് ഞങ്ങളുടെ കടമയാണിപ്പോൾ. എത്രയും പെട്ടെന്ന് നിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരാം. എന്നിട്ട് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജ്യോതിർമയ്യ ആൻറ്റി ശിവാനിനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. കെട്ടിപ്പിടിക്കുമ്പോഴും സി കെ സി ശിവാൻ നമ്മുടെ ജ്യോതി ആൻറ്റിയും തമ്മിലൊരു നോട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ജ്യോതി ആൻറ്റി, മീൻ കറക്റ്റായിട്ട് വലയിൽ തന്നെ വന്ന് വീണിട്ടുണ്ട്. ഇനി ഷെയർ കുറച്ചുകൂടി മേടിക്കണമെന്നോ അതോ ഇനി ഫ്യൂച്ചറിൽ മൊത്തം സ്വത്ത് മേടിക്കാമെന്നോ അതൊക്കെ നമുക്ക് നോക്കാം എന്നിങ്ങനെ മനസ്സിൽ പറയണ്ട കേട്ടോ സി കെ സി. അപ്പം നമ്മളൊക്കെ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ശിവാനി വെച്ച് നല്ല കളി കളിക്കുകയാണ് സി കെ സി. അപ്പോൾ ശിവാനി അത് മനസ്സിലാക്കണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബായ്.